ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരാളിൽ തന്നെ ഞെട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയതാണ്. ഞെട്ടുവോ ഇല്ലയോ എന്ന് കണ്ടറിയാം. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ഹെയ്ബോയി സീ ഫുഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു അക്വേറിയാണ് കാണുന്നത് കേട്ടോ. ഓരോരോ ചില്ല് കൂടിനകത്തിലാക്കി കുറേ മീനിലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഈ മീനുകളെയൊക്കെ കണ്ട് ആസ്വദിച്ച് പീസ്ഫുൾ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. സംഭവം ഇതിനകത്തിൽ ഓജസ്സും തേജസ്സും ഉള്ള മീനിനെ നോക്കി ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് അതിനെ ഏത് രീതിയിൽ വേണോ കുക്ക് ചെയ്ത് തരും. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഞെട്ടി. കാരണം ഇവിടെ കാണുന്ന പല സാധനങ്ങളും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഈ ഷ്രിമ്പിനെ കണ്ടോ. ഈ ബോട്ടിലിനകത്തിലിട്ട് വെച്ചേക്കുന്ന ഷ്രിമ്പ് എന്ന് പറയുന്നത് ആൻഡസ് പ്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കൂട്ടിനകത്ത് കിടക്കുന്ന വൈറ്റ് കളറിലെ സാധനം, അത് നമ്മുടെ നാട്ടിൽ കാണുന്ന കക്കാറച്ചി, ആ കല്ലുമേക്കായ ആ വകഭേദത്തിൽ പെടുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് ഗുയി ഡക്ക് എന്നാണ്. എനിക്ക് സത്യത്തിൽ ഇതിനകത്ത് കിടക്കുന്ന പല മീനിനെ കണ്ടിട്ട് അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന മീനെ പോലെയാണ് തോന്നിയത്. പിടിച്ച് തിന്നാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നില്ല. ഈ റെസ്റ്റോറൻറ്റിൽ 3 പേരായിട്ട് വന്നേക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും 10, 20, 30 പേരൊക്കെയുള്ള വലിയ ഗ്രൂപ്പായിട്ടാണ് വന്നേക്കുന്നത്. അവിടെ നോക്കി ഒരു ചേട്ടൻ വന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മീനിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഉടൻ തന്നെ ആൾ വന്ന് അതിനെ പിടിച്ച് ബക്കറ്റിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഇനി ഏത് രൂപത്തിലാണോ തിരിച്ചു വരുന്നത്. 2 നിമിഷം മുമ്പ് വരെ അക്വേറിയത്തെ നീന്തി തുടിച്ച് എന്താണെന്നറിയാതെ നിന്ന മീൻ ഇനിയും പ്ലേറ്റിലോട്ട് മാറി. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവരൊരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു പിനാങ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമുണ്ട്. ബീച്ച് പക്ഷേ ഭയങ്കര സ്മെല്ലി ആയിരുന്നു. ബീച്ചിൻ്റെ അവിടുന്ന് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അതും ഇവരുടെ ഈ ഈറ്ററിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ബീച്ചിനോട് അടുത്താണ്, വളരെ അടുത്താണ്. ഒരു 10, 15, 20 അടിക്കുള്ളിലാണ് ഇവരുടെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം. അപ്പോൾ ഈ കടലിൻ്റെ ആ സ്മെല്ല് ഭയങ്കര ചെളിയുടെ വാടയോ എന്തോ അഴുകിയ സ്മെല്ലോ അങ്ങനത്തെ ഒരു മണം ഭയങ്കരമായിട്ട് നമ്മൾ കഴിക്കാനിരിക്കുന്നിടത്തേക്ക് അടിച്ചു വരുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നൊരു ചിന്ത എനിക്ക് സത്യത്തിൽ തോന്നി. ഓരോ സ്ഥലങ്ങളും നമുക്ക് തരുന്ന ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് ശരിക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ എന്നെ ഞെട്ടിച്ചു. പുതിയ സീ ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റി. നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എന്തോ ഇവിടുന്ന് കഴിക്കാൻ മാത്രം എനിക്ക് തോന്നിയില്ല. ഇവിടുത്തെ ആംബിയൻസും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിങ് ആ കടലിനോട് ചേർന്നിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ആ സ്മെല്ലും ആ കടലിൻ്റെ കളറും കണ്ടപ്പോൾ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞങ്ങളതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല. നല്ല കാലാവസ്ഥയുള്ള സമയത്ത് വന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ റെസ്റ്റോറൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വീണ്ടും ഇവരുടെ ഫുഡ് ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫുഡ് കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. വീഡിയോ ഇനിയും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.